അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അല നബിയിൽ മുസ്തഫ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. കളിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹംലിയയാണ് നമ്മൾ പരാമർശ വിധേയമാക്കിയത്. ഒരു കളിയയിൽ ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനെ ചാർത്തി കൊടുക്കുകയോ അതല്ലെങ്കിൽ ആ വസ്തുവിന് മറ്റേ വസ്തു ഇല്ല എന്ന് പറയുകയോ ചെയ്യുന്നതാണ് ഹംലിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഉദാഹരണം, സെയ്ദിന് ഖിയാമ് എന്ന സിഫത്ത് ചാർത്തി കൊടുത്ത് സെയ്ദുൻ ഖായിമുൻ എന്ന് പറയുക, അല്ലെങ്കിൽ സെയ്ദുൻ ലൈസ ബി ഖായിമിൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ആണ് ഹംലിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ഷർത്തിയയെക്കുറിച്ചാണ്. ഷർത്തിയയുടെ 4 വിധങ്ങൾ: മുത്തസില, മൂജബ, മുത്തസില സാലിബ, മുൻഫസില മൂജബ, മുൻഫസില സാലിബ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, മിർക്കാത്തിൽ പഠിച്ചതാണ്. മുത്തസില എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയെ ബാധകമാക്കി മറ്റൊരു അവസ്ഥ ഉണ്ട് എന്ന് പറയുക. മഴ പെയ്യുകയാണെങ്കിൽ ഇന്ന് കളിയില്ല, മഴ പെയ്യുന്നില്ലെങ്കിൽ ഇന്ന് കളിയുണ്ട്. ഇതാണ് ഷർത്തിയ മുത്തസിലയുടെ മൂജബയുടെയും സാലിബയുടെയും ഉദാഹരണം. മുൻഫസില എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾക്കിടയിൽ മുനാഫാത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ മുനാഫാത്ത് കൊണ്ടുവരാതിരിക്കുക. ഇതാണ് മുൻഫസില. ഈ വസ്തു ഒന്നുകിൽ ഒറ്റയാണ്, ഈ ഒരു നമ്പർ ഒന്നുകിൽ ഒറ്റയാണ് അല്ലെങ്കിൽ ഇരട്ടയാണ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മിർക്കാത്തിൽ പഠിച്ചതാണ്. നേരത്തെ ഹംലിയ എന്ന് പറയുന്ന ഒരു കളിയയിലെ 2 ജുസ്ഉകൾ, അതിന് നമ്മൾ മൗലൂ മഹ്മൂൽ എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ. സെയ്ദുൻ ഖായിമുൻ എന്നുള്ളതിൽ സെയ്ദ് മൗലൂ ആണ്, ഖായിമ് മഹ്മൂലാണ്. പക്ഷെ ഷർത്തിയയിലെ 2 ജുസ്ഉകളെ നമ്മൾ മൗലൂ മഹ്മൂൽ എന്നല്ല വിളിക്കുക, മുഖദ്ദം താലി എന്നാണ് വിളിക്കുക. ഇൻകാനത്തി ഷംസു ത്വാലിഅതൻ ഫന്നഹാറു മൗജൂദ് അല്ലേ. സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ പകലുണ്ടാവും. ഇതിൽ ഒന്നാമത്തേത് സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ എന്നുള്ളതിന് നമ്മൾ മുഖദ്ദം എന്ന് വിളിക്കും, രണ്ടാമത്തേതിനെ താലി എന്ന് വിളിക്കും. എന്താണ് അങ്ങനെ പേരിട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യത്തേത് മുഖദ്ദം, മുമ്പിൽ വന്നത്, രണ്ടാമത് താലി, തുടർന്നു വന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വ ഇല്ല ഫഷർത്തിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ ഇല്ല ഫഷർത്തിയ. ഒരു കളിയയിൽ ഉള്ള ഹുക്മ് സുബൂത്ത് ഷൈഇൻ ലിഷൈഇൻ ഔ നഫീഹി അൻഹു അല്ലെങ്കിൽ അതിൻ്റെ പേര് ഷർത്തിയ എന്നാണ്. വയുസമ്മൽ ജുസ്ഉൽ അവ്വലു. ആ ഷർത്തിയയിലെ ആദ്യത്തെ ജുസ്ഇനെ മുഖദ്ദം എന്ന് പേരിടും, വസാനി താലിയ. അപ്പോൾ എന്താണ് ഇല്ല എന്ന് പറഞ്ഞാൽ? ഇല്ല ഷർത്തിയ എന്ന് പറഞ്ഞാൽ ഇല്ലം യകുനിൽ ഹുക്മു, കളിയയിലെ ഹുക്മ് അല്ലെങ്കിൽ ബി സുബൂത്ത് ഷൈഇൻ ലിഷൈഇൻ, ഒരു വസ്തുവിന് മറ്റൊരു വസ്തു സ്ഥിരപ്പെടുത്തുക എന്നുള്ളതല്ലെങ്കിൽ, ഔ നഫീഹി അൻഹു, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിനെ എടുത്തു മാറ്റുക എന്നുള്ളതല്ലെങ്കിൽ, ഫൽ ഖലിയത്തു ഷർത്തിയ, ആ ഖലിയെ നമുക്ക് ഷർത്തിയ എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആവുക എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞല്ലോ, അതല്ലല്ലോ ശരിക്കും താരീഫായിട്ട് പറയേണ്ടത്, എങ്ങനെയാണ് എന്നല്ല പറയേണ്ടത്. അപ്പോൾ എങ്ങനെ? സവാ അൻകാനിൽ ഹുക്മു ഫിഹ, ആ കളിയിലുള്ള ഹുക്മ് ആണെങ്കിലും ശരി. എന്നിട്ട് 4 കോലങ്ങൾ പറയാണ്. ബിസുബൂത്തി നിസ്ബത്തിൻ അലാ തഖ്ദീരി നിസ്ബത്തിൻ ഉഖ്റ, മറ്റൊരു നിസ്ബ സങ്കല്പിച്ച് ഒരു നിസ്ബ ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ മറ്റൊരു നിസ്ബ കണക്ക് കൂട്ടിയിട്ട് ഒരു നിസ്ബ ഉണ്ട് എന്ന് പറയാം. അതെങ്ങനെ? ഒരു നിസ്ബ കണക്ക് കൂട്ടിയിട്ട് മഴ പെയ്യുന്നില്ലെങ്കിൽ എന്നുള്ള നിസ്ബയെ തഖ്ദീർ ചെയ്തിട്ട് മറ്റൊരു നിസ്ബ പറയാം, അഥവാ കളിക്കും, ഇന്ന് കളി ഉണ്ടാകും എന്ന് പറയും. ഓക്കെ. ഔ നഫി ദാലിക സുബൂത്തി, അല്ലെങ്കിൽ ആ സുബൂത്തി ഇല്ല എന്ന് പറയുക. അതെങ്ങനെ? ഇന്ന് മഴ പെയ്യുന്നുണ്ടെങ്കിൽ കളി ഉണ്ടാവൂല എന്ന് പറയാം. ഓക്കെ. അപ്പം അങ്ങനെ ആവാം ചിലപ്പോൾ ഷർത്തിയ. അല്ലെങ്കിൽ ഔ ബിൽ മുനാഫാത്തി, വൈരുദ്ധ്യം കൊണ്ടുവരൽ കൊണ്ടാവാം. വൈരുദ്ധ്യം കൊണ്ടുവരിക. ബൈന നിസ്ബത്തൈനി, 2 നിസ്ബകൾക്കിടയിൽ. 2 നിസ്ബകളാണ്, ഒന്ന് ഒറ്റയാവൽ മറ്റൊന്ന് ഇരട്ടയാവൽ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഡിജിറ്റ് എയ്തർ ഓഡ് ഓർ ഈവൻ എന്ന് പറയും. അല്ലെങ്കിൽ ഔ സൽബി തിൽക്കൽ മുനാഫാത്തി, അല്ലെങ്കിൽ ഈ മുനാഫാത്തിനെ നമ്മൾ ഒഴിവാക്കൽ, ഇല്ലാതാക്കൽ. അതെങ്ങനെ? ഇമ്മാ യകൂന ഹാദൽ അദദു ഫർദൻ ഔ സുലാസിയൻ സാലിസൻ, ഈ
ഡിജിറ്റ് ഒന്നുകിൽ ഒറ്റയാണ് അല്ലെങ്കിൽ മൂന്നാണ്. അങ്ങനെ വരില്ലല്ലോ, കാരണം മൂന്ന് എപ്പോഴും ഒറ്റയാണ്. അപ്പോൾ ഈ മുനാഫാത്തിനെ സെൽബ് ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ്. മുനാഫാത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അതല്ലാതെ ഇമ്മായക്കൂന ഫർദൻ ഔ സൗജൻ. എല്ലാവർക്കും അറിയാം ഒന്നുകിൽ ഒറ്റയാണ് അല്ലെങ്കിൽ ഇരട്ടയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് അല്ല, വേറൊരു രീതിയിൽ പറയാം, ഹാദല്ലാതെ ഇമ്മായക്കൂന ഫർദൻ ഔ സാലിസൻ സുലാസിയൻ എന്ന് പറയാം. ഒന്നുകിൽ ഒറ്റ അല്ലെങ്കിൽ മൂന്ന് എന്ന് പറയാം. അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ തത്വത്തിൽ നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ രണ്ട് രൂപത്തിലൂടെ മുത്തസില മൂജബ, മുത്തസില സാലിബ, മുൻഫസില മൂജബ, മുൻഫസില സാലിബ എന്നിവ പറഞ്ഞു കഴിഞ്ഞു. ഫൽ ഊല ഒന്നാമത്തത് സുബൂത്ത് നിസ്ബത്തിൻ അല തഖ്ദീരി നിസ്ബത്തിൻ ഉഖ്റ, അതിൻ്റെ പേര് ഷർത്തിയ മുത്തസ്വല. രണ്ടാമത്തത് ഔ നഫി ദാലിക സുബൂത്തി, അതിൻ്റെ പേര് ഷർത്തിയ മുത്തസില സാലിബ. മൂന്നാമത്തത് ഔ അവി സുബൂത്ത് ബിൽ മുനാഫാത്തി ബൈന നിസ്ബത്തൈനി, ഷർത്തിയ മുൻഫസില മൂജബ. ഔ സൽബി തിൽക്കൽ മുനാഫാത്തി, ഷർത്തിയ മുൻഫസില സാലിബ. ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ ഷർത്തിയ മുത്തസില എന്നും ഷർത്തിയ മുൻഫസില എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. പിന്നെ വായലം നിങ്ങൾ അറിയുക അന്ന ഹസറൽ, ഇനി എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ഹംലിയ അതുപോലെ തന്നെ ഷർത്തിയ, ഇങ്ങനെ രണ്ട് വിധമേ ഉള്ളൂ കളിയ. എന്താ കളിയ മൂന്നാമതൊരു വിധം ഇല്ലേ? എന്താണ് കളിയ രണ്ട് വിധമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ക്ലിപ്തപ്പെടുത്താൻ കാരണം, അതിലൊതുക്കാൻ കാരണം എന്താ? അതിൻ്റെ കാരണമാണ് പറയുന്നത്. അതേപോലെ തന്നെ ഷർത്തിയും രണ്ട് വിധമുള്ളൂ പറഞ്ഞിട്ട് മുത്തസിലി മുൻഫസിലേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ മൂന്നാമതൊരു ഇന ഇല്ലയെന്ന് ഉറപ്പാണോ? എന്താ അങ്ങനെ രണ്ടിലൊതുക്കിയത്? അതിനുള്ള കാരണം എന്താ? അന്ന ഹസറൽ കളിയത്തി ഫിൽ ഹംലിയ വ ഷർത്തിയ, കളിയകൾ രണ്ട് വിധമാണ്, ഒന്നുകിൽ ഹംലിയ അല്ലെങ്കിൽ ഷർത്തിയ എന്ന് പറഞ്ഞത് അലാമ കററഹുൽ മുസന്നിഫു, മുസന്നിഫു വ്യക്തമാക്കിയത് പ്രകാരം അങ്ങനെ പറയാനുള്ള കാരണം അഖ്ലിയുൻ, അഖ്ലിയുൻ അത് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് കിട്ടിയതാണ്. എന്താ? ദാഇറും ബൈനൻ നഫി വൽ ഇസ്ബാത്തി. ലോകത്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സാധനമുള്ളൂ, അങ്ങനെയല്ലേ ഉള്ളൂ അല്ലേ? നഫി സുബൂത്ത്, മൻഫി മുസ്ബത്ത് എന്ന് പറയുന്നൊരു സംഗതിയേ ഉള്ളൂ അല്ലേ? അതുപോലെ അല്ലെങ്കിൽ അതന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ രണ്ട് സംഗതിയേ ഉള്ളൂ എന്നിങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കളിയ ഹംലിയ ഷർത്തിയ എന്നുള്ള രൂപത്തിലേക്കേ വരുള്ളൂ എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ അക്കലിയാണ് അവിടുത്തെ തെളിവ് അക്കലിയാണ്. അപ്പോൾ അമ്മ ഹസുറു ഷർത്തിയത്തി ഫിൽ മുത്തസില വൽ മുൻഫസില, ഷർത്തിയെ മുത്തസിലയും മുൻഫസിലുമായി ഒതുക്കിയതിൻ്റെ കാരണം എന്താ? അത് ഇസ്തിഖ്റാഇയ്യുൻ, അത് നമ്മൾ പരിശോധന നടത്തിയിട്ട് ഒരു അല്ലേ, ഇസ്തിഖ്റാഇ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർവേ നടത്തുന്നതിന് തുല്യമാണ്. മന്തിക്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതുകൂടിയാണ് ഇസ്തിഖ്റാ എന്താണ് എന്നുള്ളത്. എന്താ? ഒരു സർവേ നടത്തുന്നവർ, ഇപ്പോൾ ഒരു നാട്ടിൽ 100 ആളുണ്ടെങ്കിൽ ഒരു 75 ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കും എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിലപാട്, എന്നിട്ട് അതിനനുസരിച്ച് മൊത്തത്തിലൊരു കളിയെ നമ്മളിടും. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇസ്തിഖ്റാഇൻ്റെ ഉദാഹരണമായിട്ട് മന്തിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ജീവികളും ഫക്കഹുൽ അസ്ഫൽ, താഴെയുള്ള അണപ്പല്ലാണ് ചലിപ്പിക്കുന്നത്. താഴെയുള്ള പല്ലുകളുടെ നിരയാണ് അല്ലേ, താഴെയുള്ള ഈ ഒരു ഫക്കാണ് ചലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അത് എല്ലാ ജീവികളും അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തിൻസാഹ് മുതല പക്ഷേ ഫക്കഹുൽ അയലയാണ് ചലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളത് ഇസ്തിഖ്റാഇൻ്റെ ഉദാഹരണമായിട്ടാണ് പറയുക. കാരണം ഓൾമോസ്റ്റ് എല്ലാ ജീവികളെയും പോയി പരിശോധിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ജുംലയായിരുന്നു. പക്ഷേ 1-2 അതിന് എന്ത് ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അതൊരു തെളിവാണ് ഇസ്തിഖ്റാ എന്നുള്ള. ആ ഒരു തെളിവ് വെച്ചിട്ടാണ് മുത്തസില മുൻഫസില നമ്മൾ വലിയ പൂർണ്ണമായ എന്നല്ല, ഒരു ഏകദേശം ഓൾമോസ്റ്റ് പരിശോധന നടത്തിയതിന് ശേഷമാണ് ഷർത്തിയ മുത്തസിലി മുൻഫസിലി ഉള്ളൂ എന്ന് തീരുമാനമായത്. ഇനി എങ്ങാനും കണ്ടുപിടിച്ചാൽ അതിലേക്ക് ചേർത്താമെന്ന് മാത്രം. ഓക്കെ, അങ്ങനെ. അടുത്തത് ഇതിൻ്റെ 2 ജുസ്കളെ, അതാണ് മുഖദ്ദമ് താലി എന്നുള്ളത് അല്ലേ. എന്തുകൊണ്ട് മുഖദ്ദമ് എന്ന് പേരിട്ടു, എന്തുകൊണ്ട് താലി എന്ന് പേരിട്ടു? ലി തഖദ്ദും ഹി ഫി ദിക്രി, മുഖദ്ദമ് എന്ന് പേരിട്ട് ഒന്നാമത്തെ ജുസ് ആദ്യം വന്നു. താലി എന്ന് പേരിട്ട് ലി തിൽവിഹി അലൽ ജുസ്ഇൽ അവ്വലി, ഒന്നാമത്തെ ജുസ് ആയ മുഖദ്ദമിൻ്റെ ശേഷം വന്നു എന്നുള്ളതുകൊണ്ട് താലി എന്നും പേരിട്ടു. ഇനി പറയാൻ പോകുന്നത് മൗലൂഇനനുസരിച്ച്, ഇനി ഷർത്തിയെ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത് ഹംലിയേക്ക് തന്നെ വരാം. അതിലാണല്ലോ മൗലൂ ഉള്ളത്. അപ്പോൾ മൗലൂ എങ്ങനെയാണ്, മൗലൂഇൻ്റെ സ്വഭാവം എന്താണ് എന്നതിനനുസരിച്ച് ഹംലിയെ നമുക്ക് 4 വിധമാക്കാം. മന്തിക്കിൽ മെർക്കാത്തിൽ പറഞ്ഞത് തന്നെ അവിടെ പറഞ്ഞത് എങ്ങനെ, അവിടെ ഹെഡ്ലൈൻ എങ്ങനെ ഉണ്ടായിരുന്നത്?
അൽ ഹംലിയത്തു ബിഇഅ്തിബാരിൽ മൗലൂഇ അല അർബഅത്തി അഖ്സാമിൻ. അല്ലേ, അതന്നെയാണ് നമ്മൾ പറയുന്നത്. വൽ മൗലൂഉ, ഹംലിയയിലെ മൗലൂഉ ഇൻകാന ഷഖ്സൻ, ഒരു വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ച്, ആ ഹംലിയയെക്കുറിച്ച് നമുക്ക് ഷഖ്സിയാന്നോ മുഅയ്യൻ എന്നൊക്കെ വിളിക്കും. ഷഖ്സിയാന്ന് വിളിക്കുക, അല്ലെങ്കിൽ മഖ്സൂസാന്ന് വിളിക്കും. ഓക്കെ. അല്ല, ആ മൗലൂഉ കുല്ലിയാണെങ്കിൽ അതന്നെ ഒരു ഹക്കീക്കത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, അൽ ഇൻസാൻ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ, ഇൻസാനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സ്വിദക്ക്, ഒരു ത്വബീഅത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഹക്കീക്കത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ ഖളിയയെക്കുറിച്ച് നമ്മൾ ത്വബീഇയ്യ എന്ന് പറയും. ഓക്കെ. ഇനി അല്ല, ഒരു ത്വബീഅത്തിനെ കുറിച്ചല്ല പറയുന്നത്, വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിയല്ല, വ്യക്തികളെ, അല്ലെങ്കിൽ ഒരു കുല്ലിയായ സംഗതിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ പറയുന്ന വ്യക്തികളുടെ എണ്ണം കൃത്യമല്ലെങ്കിൽ അതിൻ്റെ പേര് മുഹ്മല എന്നാണ്. അതല്ല, കൃത്യമാണെങ്കിൽ അതിൻ്റെ പേര് മഹ്സൂറ എന്നുമാണ്. ഇത് പഠിച്ചതാണ്. അപ്പോൾ ഷഖ്സിയ, ത്വബഇയ്യ, പിന്നെ മഹ്സൂറ, മുഹ്മല, അതിലേക്ക് ഒരു സൂചന, ഒരു പരാമർശം നടത്തി നമുക്ക് നിർത്താം. വൽ മൗലൂഉ ഹാദാ തഖ്സീമുൽ ലിൽ ഖളിയത്തിൽ ഹംലിയത്തി ബിഇഅ്തിബാരിൽ മൗലൂഇ. ഹംലിയയുടെ അക്സാമുകൾ എന്നല്ല മനസ്സിലാക്കേണ്ടത്, മൗലൂഇൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഹംലിയയെ എത്ര ഇനമാക്കാം, ആ ഇനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ മൗലൂഇ പരിഗണിച്ചു കൊണ്ടുള്ള ഹംലിയായ ഖളിയയുടെ ഒരു ഇനം തിരിക്കൽ. അപ്പോൾ അതുകൊണ്ട് വലിദാ ലൂഹില ഫി തസ്മിയത്തിൽ അക്സാമി, ഈ അക്സാമുകളിൽ, ഈ 4 കിസ്മുകളിൽ നമ്മൾ പരിഗണിക്കുന്നത്, ലൂഹില പരിഗണിക്കപ്പെടുന്നത് ഹാലുൽ മൗലൂ, ഈ മൗലൂഇൻ്റെ അവസ്ഥയാണ്, സ്വഭാവമാണ്. ഫയുസമ്മ മാ മൗലൂഉഹു ഷഖ്സുൻ, ആ ഖളിയയിലെ മൗലൂഉ ഷഖ്സാണെങ്കിൽ ആ ഖളിയയെക്കുറിച്ച് നമ്മൾ ഷഖ്സിയ എന്ന് വിളിക്കും. വഅല ഹാദാ അൽ ഖിയാസു, അങ്ങനെ ബാക്കിയുള്ളതും. ഇത്ര പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും തക്സീമിലേക്ക് വരികയാണ്. വ മുഹസ്സിലു തക്സീം, തക്സീമിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്, അന്നൽ മൗലൂ, ആ മൗലൂ ഇമ്മാ ജുസ്ഇയുൻ ഹക്കീക്കിയുൻ, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും, ഹക്കീക്കിയായ ഒരു വ്യക്തിയായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഹാദ, അതൊരു വ്യക്തിയെക്കുറിച്ചല്ല ഹാദ എന്ന് പറയാം, അല്ലേ. ഹാദ പറഞ്ഞ ഒരാളല്ലേ. ഹാദ ഇൻസാനുൻ, ഇതൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ആ ഖളിയ ഷഖ്സിയാണ്. അല്ലെങ്കിൽ അത് ഷഖ്സിയാവില്ല, കുല്ലിയായിരിക്കും. ഒരു വ്യക്തിയല്ല, ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ വാല സാനി, കുല്ലിയാകുമ്പോൾ, അതാണല്ലോ ഇപ്പോൾ ഒന്ന് ഷഖ്സി, ഒന്നുകിൽ ജുസിയാകും അല്ലെങ്കിൽ കുല്ലിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ വാല സാനി പറഞ്ഞാൽ കുല്ലിയാവുമ്പോൾ തന്നെ ഇമ്മ അയ്യക്കൂനൽ ഹുക്കുമു അല നഫ്സി അല്ല ഹക്കീക്കത്തി കുല്ലി, ഈ കുല്ലിയിൻ്റെ ഹക്കീക്കത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്, അല്ലാതെ അതിലെ വ്യക്തികളെ കുറിച്ചാവില്ല പറയുന്നത്. അതിൻ്റെ ഒരു ഹക്കീക്കത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആ ത്വബീഅത്തിൻ്റെ, അതിൻ്റെ ഒരു പ്രകൃതത്തെ കുറിച്ചായിരിക്കും പറയുന്നത്. മിൻ ഹൈസു ഹിയ, ആ വസ്തു ഈ ഹക്കീക്കത്താണ് എന്നുള്ള നിലക്ക്, ആ വസ്തു മിൻ ഹൈസു ഹിയ ഒന്നുകിൽ അപ്പോൾ ഹക്കീക്കത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അല അഫ്രാദിഹി, അതിൻ്റെ ഫർദുകളെ കുറിച്ചായിരിക്കും പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയ ആളുകളെ കുറിച്ചായിരിക്കും പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഹക്കീക്കത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം പറയാം. അൽ ഇൻസാനു നൗഉൻ, ഇൻസാന് എന്ന് പറഞ്ഞാൽ നൗ ആണ്. അവിടെ വ്യക്തികളെ നോക്കിയിട്ടാണോ അങ്ങനെ ഒരു തിയറി നമ്മൾ ഉണ്ടാക്കിയല്ല. വ്യക്തികളെ നോക്കുമ്പോൾ നൗ അല്ലല്ലോ, വ്യക്തികൾ നൗ അല്ല. ഇൻസാനി എന്ന് പറയുന്നത് ഹയവാന്റെ താഴെ വരുന്ന ഒരു സാധനമായതിനാൽ, നോക്കട്ടോ, ഇൻസാനി എന്നുള്ളത് ഹയവാന്റെ താഴെ വരുന്ന ഒരു സാധനമായതിനാൽ അതൊരു നൗ ആണ്, അതൊരു ഹക്കീക്കത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു ഉദാഹരണം, അൽ ഹയവാനു ജിൻസുൻ, അൽ ജിസ്മു ജിൻസുൻ, അൽ ജൗഹറു ജിസ്മുൻ, ഇതൊക്കെ ഒരു ഹക്കീക്കത്തിനെ കുറിച്ചാണ്. ഇവിടെയുള്ള ജിസ്മാണെങ്കിലും ഹയവാനാണെങ്കിലും ഇൻസാനാണെങ്കിലും ഒരു ഹക്കീക്കത്തുകളാണ്. അപ്പോൾ അതിൻ്റെ പേര് തബഇയ്യ എന്നാണ്. ഇനി വാലസാനി, രണ്ടാമത്തത്, അഥവാ ഹക്കീക്കത്തിനെ കുറിച്ചല്ല പറയുന്നത്, ഫർദുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഫ ഇമ്മ അൻ യുബയ്യന കമിയത്തു അഫ്രാദിൽ മഹ്കൂമി അലൈഹി, ഈ മഹ്കൂം അലൈഹി ആയ അഥവാ മൗലൂഇൻ്റെ ഫർദുകളുടെ എണ്ണം എത്രയാണ് എന്നവിടെ വ്യക്തമായി പറഞ്ഞു കാണും. അഥവാ എങ്ങനെ പറയുക, ബി അൻ യുബയ്യന, എങ്ങനെ പറയുക, അന്നൽ ഹുക്കുമ അല കുല്ലിഹ, ആ വ്യക്തികളിൽ മുഴുവൻ ആളുകളെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഔ അല ബാലിഹ, അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അഥവാ കുല്ലിട്ടിട്ടോ ബാലിട്ടിട്ടോ പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഔ ലാ യുബയ്യന ദാലിക, അല്ലെങ്കിൽ ഇത് വ്യക്തമായി പറഞ്ഞു കാണൂല, ബൽ യുഹ്മലു, അഥവാ മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ.
അത് എത്ര ആളാണ് എന്ന് കൃത്യമായ തബീൻ ഉണ്ടാവില്ല. ബയാൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഇഹ്മാൽ, അത് അവഗണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വ്യക്തമായി പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് കുല്ലു ഇൻസാനിൻ ഫി ഹുസർ, എല്ലാ മനുഷ്യനും പരാജയത്തിലാണെന്ന് പറയും. ഉദാഹരണം, എല്ലാ കുട്ടികളും ജയിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ തോറ്റു എന്ന് പറയാം. ഇതൊക്കെ ഓക്കെ, അങ്ങനെ വ്യക്തമായി പറയാത്തതിൻ്റെ ഉദാഹരണമാണ് അല്ലേ. സ്റ്റോർ റൂമിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റോർ റൂമിലെ ഭക്ഷണത്തെ കുറിച്ചിട്ട് കുറച്ചെന്നൊന്നും പറയാതെ അല്ലേ, സ്റ്റോർ റൂമിലെ ഭക്ഷണമൊക്കെ കേടായി എന്ന് പറയാം. എന്തായാലും മുഴുവനായിട്ടും കേടായിട്ടുണ്ടാവില്ല, എന്നാൽ കുറച്ചാണോ എത്രയാണോ ഒന്നും കൃത്യത ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കൃത്യമല്ലെങ്കിൽ അതിൻ്റെ മുഹ്മലയാണ് കേട്ടോ. ഇനി അത് പറയണം, വൽ അവ്വലു, ഒന്നാമത്തേനെ നമുക്ക് ഷഖ്സിയ എന്ന് വിളിക്കാം, രണ്ടാമത്തേനെ ത്വബഇയ്യ എന്ന് വിളിക്കാം, മൂന്നാമത്തേനെ മഹ്സൂറ. അവിടുത്തെ ഈ മൗലൂഇ എത്രയാണ് എന്ന് വ്യക്തമായാൽ അതിൻ്റെ പേരാണ് മഹ്സൂറ. നാലാമത്തത് മുഹ്മല. ഓക്കെ, ഇനി മഹ്സൂറയുടെ രണ്ടിനങ്ങൾ ഓക്കെ, അതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. സുമ്മൽ മഹ്സൂറത്തു, ഇനി ഇതിൽ മഹ്സൂറയാണ് നമുക്ക് വ്യക്തമാക്കാനുള്ളൂ. ഷഖ്സിയയും തബയ്യയും മുഹ്മലൊക്കെ അവിടെ നിൽക്കട്ടെ. മഹ്സൂറ ഇൻ ബുയ്യിന ഫിഹ, അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നൽ ഹുക്മ് എന്നുള്ളത് അല കുല്ലി അഫ്രാദിൽ മൗലൂഇ, ആ മൗലൂഇൻ്റെ എല്ലാ ഫർദുകളെക്കുറിച്ചുമാണ് നമ്മൾ ഹുക്മ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേര് കുല്ലിയ എന്നാണ്. വൈൻ ബുയ്യിന അന്നൽ ഹുക്മ അല ബാലി അഫ്രാദിഹി, ചില ഫർദുകളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേര് ജുസ്ഇയ എന്നാണ്. അപ്പോൾ കുല്ലിയയും ജുസ്ഇയും കിട്ടി അല്ലേ. അപ്പോൾ കുല്ലു മിൻഹുമ, ഈ കുല്ലിയയും ജുസ്ഇയയും ഇമാ മൂജബത്തുൻ ഔ സാലിബത്തുൻ, മൂജബയായിരിക്കാം അല്ലെങ്കിൽ സാലിബയായിരിക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഫലാ ബുദ്ദ ഫീ കുല്ലി തിൽക മിനൽ മഹ്സൂറാത്തിൽ അർബഇ മിൻ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, 4 മഹ്സൂറകൾ കിട്ടുന്നുണ്ട്. ഒന്ന് കുല്ലിയ മൂജബ, കുല്ലിയ സാലിബ, ജുസ്ഇയ മൂജബ, ജുസ്ഇയ സാലിബ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കുല്ലു മിൻഹുമ ഇമ്മാ മൂജബത്തുൻ ഔ സാലിബത്തുൻ എന്ന് കഴിഞ്ഞിട്ടുള്ള ഭാഗം വലാ ബുദ്ദ ഫീ കുല്ലി മിൻ തിൽക്കൽ മഹ്സൂറാത്തിൽ അർബഇ എന്ന് മുതലാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വളരെ കൃത്യമായി കേൾക്കുക. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ചുരുക്കി എഴുതി അയച്ചു തരിക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.